അതിലേറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കേണ്ടി വന്നൊരു ജില്ലയാണ് പത്തനംതിട്ട. എത്ര സഖാക്കൾക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഞാനിവിടെ വന്നപ്പോൾ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ ചെയർപേഴ്സണെ പരിചയപ്പെട്ടു. ആ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലാണ് സഖാവ് ജോസിനെ കൊലപ്പെടുത്തിയത്. കോളേജ് യൂണിയൻ ഭാരവാഹിയായി തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് ക്യാമ്പസിൽ വെച്ച് കുത്തി മലർത്തുകയായിരുന്നു. KSUവിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഒരു കലാലയത്തിൽ SFIക്കുണ്ടായ അഭിമാനാർഹമായ വിജയമാണ്. ആ വിജയത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളുടെ കണ്ണിലുണ്ണിയായ ജോസിനെ കൊലപ്പെടുത്തിക്കൊണ്ട് SFIയെ ഇല്ലാതാക്കാൻ KSUവിന്റെ ബുദ്ധിശൂന്യരായ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. സഖാവ് രക്തസാക്ഷിത്വം വരിച്ചു. ആ അനുഭവങ്ങൾ, ആ ചരിത്രം നിങ്ങൾക്കെല്ലാം വിശദമായി അറിയുന്നതാണ്. ജോസിനെ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, ജോസിനെ വധിച്ചവരെ കോടതി ശിക്ഷിക്കും എന്ന ഘട്ടത്തിൽ ദൃക്സാക്ഷിയായിരുന്ന പ്രസാദ് കോടതിയിൽ സാക്ഷി പറഞ്ഞാൽ ജോസ് വധക്കേസിലെ പ്രതികളെല്ലാം വധശിക്ഷയ്ക്കോ ജീവപര്യന്തം തടവിനോ അർഹരായി കോടതി കണ്ടെത്തും, ശിക്ഷിക്കും എന്ന് കണ്ടപ്പോൾ ജോസ് വധക്കേസിലെ പ്രതികൾ നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ദൃക്സാക്ഷിയായിരുന്ന പ്രസാദിനെയും കൊല്ലാൻ തീരുമാനിക്കും. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. രാഷ്ട്രീയ വിരോധം കൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ നേതാവിനെ, തിരഞ്ഞെടുക്കപ്പെട്ട കോളേജ് യൂണിയന്റെ സാരഥിയെ കലാലയത്തിൽ വെച്ച് കുത്തിക്കൊല്ലുക, ആ കേസിലെ ക്രിമിനലുകളെ നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ദൃക്സാക്ഷിയെയും കൊല്ലുക, അതാണ് ആസൂത്രണം ചെയ്തത്. അങ്ങനെയാണ് ഒരു തിരുവോണ ദിവസം ജോസ് വധക്കേസിലെ പ്രതിയും ജോസ് വധക്കേസിലെ സാക്ഷിയും SFIയുടെ നേതാവുമായിരുന്ന MS പ്രസാദിനെ കഷണങ്ങളായി വെട്ടിനുറുക്കി കൊന്നു. SFI നേതാവിനെയും ആ SFI നേതാവിന്റെ സഹപ്രവർത്തകനായിരുന്ന കേസിലെ സാക്ഷിയെയും കൊന്ന നിഷ്ഠൂരമായ, മലയാളത്തിലെ ഏത് കടുത്ത പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ചാലും വേണ്ടത്രയായില്ല എന്ന് തോന്നുന്ന കോൺഗ്രസിന്റെ കൊടും ക്രൂരതയുടെ ആ അധ്യായം പത്തനംതിട്ടയിലാണ്. അങ്ങനെ എത്ര അനുഭവങ്ങൾ. ഇവിടെ പന്തളം NSS കോളേജിനെ കുറിച്ച് പറഞ്ഞു. ഭുവനേശ്വരനെ, സഖാവ് G സുധാകരന്റെ, പാർട്ടിയുടെ സമുന്നതനായ നേതാവായ സഖാവ് G സുധാകരന്റെ സഹോദരൻ ഭുവനേശ്വരൻ മൃഗീയമായി മർദ്ദിച്ച് തല തല്ലി തകർത്ത് തലച്ചോറ് ചിതറിയാണ് സഖാവ് ഭുവനേശ്വരൻ രക്തസാക്ഷിയാവുന്നത്. കൊടുമണിലെ M രാജേഷ്, വയ്യാറ്റുപുഴയിലെ അനിൽ, എത്രയെത്ര സഖാക്കൾ അവരുടെ രക്തസാക്ഷിത്വത്തിൽ പടുത്തുയർത്തിയതാണ് പത്തനംതിട്ടയിലെ മഹാപ്രസ്ഥാനം. അതുകൊണ്ട് ഈ പത്തനംതിട്ടയിൽ അസാധാരണമായ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ്, നിങ്ങളിവിടെ പത്തനംതിട്ടയിലെ കലാലയങ്ങളിൽ നിന്നും കടന്നു വന്നിട്ടുള്ളവർ ഒരു മഹാചരിത്ര ദൗത്യം നിർവഹിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. നിങ്ങൾ വയ്യാറ്റുപുഴ അനിലിന്റെയും ഭുവനേശ്വരന്റെയും M രാജേഷിന്റെയും CV ജോസിന്റെയും MS പ്രസാദിന്റെയും ഘാതകരെ പത്തനംതിട്ടയിലെ കലാലയങ്ങളിൽ നിന്ന് തുടച്ചു നീക്കിയിട്ടാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളൊരു പുതിയ ചരിത്രം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുൻഗാമികളായ സഖാക്കൾ വലിയ വിജയങ്ങൾ നേടുമ്പോഴും ഈ ജില്ലയിൽ അവിടിവിടങ്ങളിലായി ഈ കൊലയാളികൾ അവരുടെ ചില ശേഷിപ്പുകൾ ഉണ്ടായിരുന്നു. ചില കീടനാശിനികളുടെയൊക്കെ പരസ്യത്തിൽ എല്ലാ അണുക്കളും നശിച്ചു പോയാലും ഒരെണ്ണം അവശേഷിക്കുന്നതായിട്ടൊക്കെ കാണും. ക്ലോസറ്റിൽ അവശേഷിക്കുന്ന ഒരണു. കഴിഞ്ഞ കുറെ കാലമായി പത്തനംതിട്ടയിൽ അങ്ങനെ ഒരണു അവിടെ ഇവിടേക്ക് അവശേഷിച്ചിരുന്നു. ആ അവസാനത്തെ രോഗാണുവിനെയും തുടച്ചു നീക്കിയ ശേഷം പത്തനംതിട്ട സമ്പൂർണമായും ഈ കൊലയാളി കൂട്ടങ്ങൾ വിമുക്തമായ, അവരില്ലാത്ത ഒരു ജില്ലയാക്കി മാറ്റിയ അഭിമാനാർഹമായ നേട്ടമാണ് SFI ഇവിടെ കൈവരിച്ചിട്ടുള്ളത്. ഇതൊരു തുടക്കമാണ്. മറ്റു ജില്ലകൾക്ക് നിങ്ങൾ വഴികാട്ടുകയാണ്. പത്തനംതിട്ട തെളിയിച്ച വഴിയിലൂടെ കേരളത്തിലെ മറ്റു ജില്ലകളും വരും നാളുകളിൽ കടന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
കലാലയങ്ങളുടെ ഏക ശബ്ദമായി SFI മാറും. ആ കാലത്തിനാണ് പത്തനംതിട്ടയുടെ ചരിത്ര ഭൂമിയിൽ നിന്ന് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത്.